Ryzen 5 3500Xന് 19,000 രൂപയോ? A few moments later. What's up guys, welcome to Mdcomputer. സോ ഞാൻ ഈ ചാനലിൽ ഗെയിമിംഗ് പി സി റിലേറ്റഡ് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത് തൊട്ട് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചതാണ് നമ്മുടെ Mdcomputers എന്ന് പറഞ്ഞ സൈറ്റ് സേഫ് ആണോ അല്ലയോ. സോ ഇത്രയും കാലം നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടും ആ ഒരു ടോപ്പിക്കിൽ വീഡിയോ ഉണ്ടാക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എൻ്റെ ചാനലിൽ കുറേ സബ്സ്ക്രൈബേഴ്സും വ്യൂ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ Mdcomputers ഒക്കെ പെയ്ഡ് പ്രൊമോഷൻ തരും. സോ അപ്പോൾ എനിക്ക് ക്യാഷും കിട്ടും, ഈ ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. നിങ്ങളിത് സീരിയസ് ആയത് എടുക്കരുത്. ആ റീസൺ കൊണ്ടൊന്നുമല്ല, എനിക്ക് പേഴ്സണലി Mdcomputers ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ ഒരു പ്രൊഡക്റ്റും ആ ഒരു ടൈമിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അറിയാത്തൊരു സംഭവത്തെക്കുറിച്ച് വീഡിയോ മാക്സിമം ഞാൻ ഉണ്ടാക്കാറില്ല. ചില ടൈമിൽ മാത്രം നിങ്ങൾ പുഷ് ചെയ്താൽ മാത്രം ഞാൻ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ കണ്ടിട്ട് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള വീഡിയോ. പക്ഷേ Mdcomputers പോലത്തെ ഒക്കെ സൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് കൊടുത്ത് സാധനം വാങ്ങുന്നതാണ്. സോ അതിനെക്കുറിച്ച് ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും സാധനം പോയി വാങ്ങിയിട്ട് ഇഷ്ടിയ കഷ്ണങ്ങൾ വന്ന്. സോ ഇത്രയും കാലം എനിക്ക് Mdcomputers ആയി ബന്ധപ്പെട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കമൻസ് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് കമൻസ് നോക്കാം. ഫസ്റ്റ് വൺ, Mdcomputers റീഫർബിഷ്ഡ് പ്രൊഡക്റ്റ് ആണോ വിൽക്കുന്നത് അല്ലെങ്കിൽ യൂസ്ഡ് പ്രൊഡക്ട്സ് ആണോ അവർ വിൽക്കുന്നത്. പിന്നുള്ളത് ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എത്ര ദിവസം എടുക്കും ഷിപ്പ് ചെയ്യാൻ? നമ്മുടെ ആമസോണും ഫ്ലിപ്കാർട്ടും പോലെ ഫാസ്റ്റ് ആണോ അല്ലെങ്കിൽ കൊറിയർ സർവീസ് വഴി വരുന്നത് കൊണ്ട് സ്ലോ ആണോ? പിന്നെ ലാസ്റ്റ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഇതിലെ പേയ്മെൻറ്റ് മെത്തേഡ്, ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് പേ ചെയ്യാൻ പറ്റും, ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ അല്ലയോ. സോ നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് അവൈലബിലിറ്റി വെച്ച് തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് അറിയാം Mdcomputers എന്ന് പറഞ്ഞാൽ പി സി ഹാർഡ്വെയർസ് മാത്രം വിൽക്കുന്ന ഒരു സൈറ്റാണ്. അല്ലെങ്കിൽ മോസ്റ്റ്ലി പി സി ഹാർഡ്വെയർസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആമസോണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും ഫ്ലിപ്കാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും പ്രോഡക്റ്റ് അവൈലബിലിറ്റി കൂടുതലുള്ളത് Mdcomputersലാണ്. പ്രോഡക്റ്റ് അവൈലബിലിറ്റി ഉണ്ടായിട്ട് കാര്യമില്ല എന്നറിയാം. നമ്മളൊക്കെ ഏറ്റവും വലിയ പേടി ഇതിൽ റീഫർബിഷ്ഡ് പ്രോഡക്റ്റ് ആണോ ഇവർ വിൽക്കുന്നത് അല്ലെങ്കിൽ ഇനി യൂസ്ഡ് പ്രോഡക്ട്സും ഉണ്ടോ. ഈ ഒരു ഡൗട്ട് എനിക്കില്ലായിരുന്നു. പക്ഷേ ഈ ഡൗട്ട് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂർ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ പോയിരുന്നു കുറച്ച് ഹാർഡ്വെയർ കമ്പോണൻസ് വാങ്ങാൻ. ആ ഒരു ടൈമിൽ വില പേശുമ്പോൾ ഞാൻ നമ്മുടെ Mdcomputers പ്രൈസൊക്കെ എടുത്തിട്ട് നോക്കി, അവർ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി. അപ്പോഴാണ് അവർ പറഞ്ഞത് നമ്മുടെ Mdcomputers പല പ്രൊഡക്ട്സും റീഫർബിഷ്ഡ് ആണെന്ന്. ഇസ് ഇറ്റ്? പക്ഷേ ഫോർച്ചുനേറ്റ്ലി എൻ്റെ ഒരു അനുഭവത്തിൽ ഇവർ വിൽക്കുന്നത് ബ്രാൻഡ് ന്യൂ പ്രൊഡക്ട്സ് ആണ്. എൻ്റെ അനുഭവത്തിൽ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സും ഇതിന്ന് അത്യാവശ്യം കമ്പോണൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അവർ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിലും അവർക്ക് വലിയ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ബ്രാൻഡ് ന്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിലും അവരുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഇവർ വിൽക്കുന്നത് ബ്രാൻഡ് ന്യൂ പ്രൊഡക്ട്സ് ആണ്. പിന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന വാറൻറ്റി എല്ലാ പ്രൊഡക്റ്റിനും ഉണ്ടാവും. സോ പ്രൊഡക്റ്റ് ഡെഫിനറ്റ്ലി യൂസ്ഡ് ആവാൻ എന്തായാലും ചാൻസ് ഇല്ല. റീഫർബിഷ്ഡ് ആവാനും ചാൻസ് വളരെ വളരെ കുറവാണ്. ഇനി പ്രോഡക്റ്റ് അവൈലബിലിറ്റി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഷിപ്പിംഗ് ടൈം. നമ്മുടെ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ഷിപ്പിങ്ങിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. ഓർഡർ ചെയ്താൽ വിത്തിൻ 2-3 ഡേയ്സ്, നല്ല സെല്ലർ ആണെങ്കിൽ നമുക്കൊരു 4 ഡേയ്സിനുള്ള സാധനം പൊതുവേ കിട്ടാറുണ്ട്. സോ Mdcomputers കാര്യത്തിൽ എങ്ങനെയാണുള്ളത്? പലരും പറയുന്നത് ഒരാഴ്ചയ്ക്ക് മുകളിൽ എടുത്തിട്ടുണ്ട്, ചിലത് ഒരു മാസം എടുത്ത ആൾക്കാരുണ്ട്. ഇസ് ഇറ്റ് ട്രൂ? എഗെയിൻ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ എനിക്ക് അറിയുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് വെച്ച് മാത്രമേ പറയാൻ പറ്റൂ. എന്തായാലും ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ് നമ്മുടെ NVIDIAൻ്റെ ഒരു ഗ്രാഫിക്സ് കാർഡാണ്. അത് വന്ന ബോക്സാണിത്. സോ എനിക്ക് ഏകദേശം എടുത്ത ഷിപ്പിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 4 ഡേയ്സ് ആണ്. അതായത് ഓർഡർ ചെയ്ത് 4ാമത്തെ ദിവസം വീട്ടിൽ പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, Mdcomputers എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷന് മാത്രമുള്ള സംഭവമല്ല. ബാംഗ്ലൂരുണ്ട്, രാജസ്ഥാനിലുണ്ട്, കൊൽക്കത്തയിലുണ്ട്, ഇതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. സോ നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റ് ചിലപ്പം വരുന്ന ലൊക്കേഷനും കൂടി അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ടൈം എടുക്കുന്നത്. സോ ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ് വന്നത് നമ്മുടെ ഒഡീഷ
എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അവിടുന്ന് ഏകദേശം എടുത്തത് 4 ദിവസമാണ്. സോ നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റ് ചിലപ്പോൾ മാംഗ്ലൂരിൽ നിന്നാണ് ഷിപ്പ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി വിത്തിൻ 2 days സാധനം വീട്ടിലെത്തേണ്ടതാണ്. ഇനി ഇങ്ങനെ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഈ ഷിപ്പ് ചെയ്ത പ്രോഡക്റ്റ് എവിടെ എത്തി എന്ന് വീട്ടിലെത്തുന്നുള്ള അറിയണമെങ്കിൽ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം വേണം. നമ്മൾ ആമസോൺ നോക്കുകയാണെങ്കിലും ഫ്ലിപ്കാർട്ട് നോക്കുകയാണെങ്കിൽ ഇത് അവൈലബിൾ ആണ്. Mdcomputers ഇത് അവൈലബിൾ ആണോ? സോ നിങ്ങളൊരു പ്രോഡക്റ്റ് Mdcomputers വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു മെയിൽ അയക്കും. അതിലൊരു ലിങ്കും കൂടി ഉണ്ടാവും. ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഏത് സമയത്താണ് അവർ ഷിപ്പ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഏത് സംസ്ഥാനത്താണുള്ളത്, അല്ലെങ്കിൽ ഏത് കൊറിയർ സർവീസിലാണുള്ളത്, ഇനി ഏകദേശം എത്ര ദിവസം എടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. സോ ആമസോണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും ഫ്ലിപ്കാർട്ടായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും ട്രാക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഏകദേശം സിമിലർ ആണ് Mdcomputers. ഇനി Mdcomputers എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഇവരുടെ റിട്ടേൺ പോളിസിയാണ്. യെസ്, നമ്മൾക്ക് പ്രോഡക്റ്റ് കിട്ടിയതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ചയക്കുന്ന പരിപാടി. Mdcomputers 7 days റീപ്ലേസ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഈ 7 days ഗെയിമിംഗ് PC വാങ്ങുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. യെസ്, ഇവിടെ സൈറ്റിൽ പ്രീ ബിൽറ്റ് PC കിട്ടും. അതായത് എല്ലാം ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗെയിമിംഗ് PC. അത് വാങ്ങിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 7 days റിട്ടേൺ പോളിസി. മറിച്ച് നിങ്ങൾ ഗ്രാഫിക്സ് കാർഡോ റാമോ ലിക്വിഡ് കൂളറോ അല്ലെങ്കിൽ ക്യാബിനറ്റോ മോണിറ്ററോ ഇങ്ങനെയുള്ള ഏത് പ്രോഡക്റ്റ് സിംഗിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങിച്ചാലും 3 days ആണ് റിട്ടേൺ പോളിസി. സോ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, എന്തെങ്കിലും കാരണം കൊണ്ട് ആ 3 days തിരിച്ചയക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പ്രോഡക്റ്റ് നിങ്ങളുടെ തലയിലുമായി ക്യാഷ് കയ്യിൽ നിന്നും പോയി. ഇത് മാത്രമല്ല, ഇവരുടെ റിട്ടേൺ പോളിസി കുറച്ച് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് റിട്ടേൺ പോളിസി പോയി ചെക്ക് ചെയ്യുക. കാരണം ചില പ്രൊഡക്റ്റിന് പ്രത്യേക റിട്ടേൺ പോളിസിയൊക്കെയാണ്. ഗെയിമിംഗ് ചെയറിൻ്റെ കാര്യത്തിൽ റിട്ടേൺ പോളിസിയിൽ ഗെയിമിംഗ് ചെയറിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നായിട്ട് അത് സെൻഡ് ചെയ്യാൻ പറ്റില്ല. ഏതാണോ ഇഷ്യൂ, ഏത് പാർട്സിനാണോ ഇഷ്യൂ, ആ ഒരു ഇഷ്യൂ മാത്രം അല്ലെങ്കിൽ ആ ഒരു പാർട്സ് മാത്രം അവർ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരും. സോ ചില പ്രൊഡക്ട്സിന് ഇത് യുണീക്കാണ് ഇവരുടെ റിട്ടേൺ പോളിസി. പക്ഷേ ഗ്രാഫിക്സ് കാർഡ്, അതുപോലെ റാം, ഹാർഡ് ഡിസ്ക്, SSD ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ 3 days ആണ് റിട്ടേൺ പോളിസി. നിങ്ങൾക്ക് അതൊരു പ്രശ്നമല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഫൈൻ ഐ തിങ്ക്. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഏകദേശം 30,000 രൂപ വരുന്നൊരു ഗ്രാഫിക്സ് കാർഡാണ് വാങ്ങിച്ചത്. ഈ പ്രോഡക്റ്റ് ഇതിന്ന് വാങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് Mdcomputers എന്ന സൈറ്റ് ടെസ്റ്റ് ചെയ്യാമെന്ന് കുറേ കാലമായി ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഒരു രീതിയിൽ ഞാൻ റിസ്ക് എടുത്ത് നോക്കിയതാണ്. കാരണം പ്രൈസ് വൈസ് കുഴപ്പമില്ല. നമ്മൾ ആമസോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും നല്ല പ്രൈസ് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. കുറഞ്ഞ പ്രൈസിന് സാധനം കിട്ടും. സോ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ആൾക്കാർ വാങ്ങിക്കുന്നതല്ലേ, Mdcomputers കുറേ കാലമായിട്ടുള്ളതാണ്, സ്കാം ആവാൻ വഴിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. സോ പേഴ്സണലി എനിക്കൊരു ഇഷ്യൂ വന്നിട്ടില്ല. അത് ഷിപ്പിംഗ് ആണെങ്കിലും ട്രാക്കിംഗ് ആണെങ്കിലും പേയ്മെൻറ്റ് ആണെങ്കിലും ഇതൊക്കെ സ്മൂത്തായി നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ റിട്ടേൺ പോളിസി ഒന്നും ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി പറ്റിയിട്ടില്ല. സോ നിങ്ങൾ കുറേ പ്രോഡക്റ്റ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് റിട്ടേൺ ചെയ്യേണ്ടി വരും. സോ അങ്ങനെയുള്ള റിട്ടേൺ സൈഡ് എനിക്ക് പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല. എന്തായാലും 3 days റിട്ടേൺ പോളിസി കുറച്ച് കുറവാണ്. അറ്റ്ലീസ്റ്റ് ഒരു വീക്കെങ്കിലും കൊടുക്കുന്നതായിരിക്കും യൂസ്ഫുൾ. കാരണം ചിലപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ വീട്ടിലില്ലാത്ത സമയത്താണ് പ്രൊഡക്റ്റ് റീച്ച് ചെയ്യുന്നത്. സോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് 4ാമത്തെ ദിവസമാണെങ്കിൽ പണി കിട്ടും. സോ ആ ഒരു കാര്യത്തിൽ I kind of don't like it. ഇനി എൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് പാക്കേജിങ് ആയിരുന്നു. സോ നിങ്ങൾക്ക് അറിയാണ്ടാവും, പൊതുവെ കൊറിയർ സർവീസിലൊക്കെ പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങനെ വലിച്ചെറിയലാണ് ചെയ്യാറ്. അതുപോലെ നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റ്സ് എന്നൊക്കെ പറയാൻ അറിയാം, ഫ്രാജൈലാണ്. അധികം ഇളകിയിട്ടുണ്ടെങ്കിൽ അടിച്ചു പോകും. അത് ഗ്രാഫിക്സ് കാർഡ് ആണെങ്കിലും ഹാർഡ് ഡിസ്ക് ആണെങ്കിലും ഇതിനൊക്കെ അധികം ഡാമേജ് മീൻസ് ഇളക്കം തട്ടിയ ഡാമേജ് വരാൻ ചാൻസ് ഉള്ള ഐറ്റംസ് ആണ്. സോ പാക്കേജിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു സംഭവം പോയി. കാരണം നല്ല പെർഫെക്റ്റ്ലി പാക്ഡ് ആയിരുന്നു ഗ്രാഫിക്സ് കാർഡ്. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഗ്രാഫിക്സ് കാർഡൊക്കെ ആണെങ്കിൽ തന്നെ അതിൻ്റെ പെട്ടീൻ്റെ അകത്ത് തന്നെ അവർ ഫോംസ് വെക്കും. സോ അധികം ഇളകിയിട്ടുണ്ടെങ്കിലും അധികം ഡാമേജ് പറ്റില്ല. പക്ഷേ അത്രയും മോശം ഷിപ്പിംഗ് ആണെങ്കിലും ഹാൻഡ്ലിംഗ് ആണെങ്കിലും മാത്രമേ പ്രൊഡക്റ്റിന് ഡാമേജ് പറ്റും. എന്തായാലും Mdcomputers സൈഡിലുള്ള പാക്കേജിങ് പ്രോപ്പർ ആയതുകൊണ്ട് വലിയ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. അഗെയിൻ ഹാർഡ് ഡിസ്ക് പോലത്തെ ഒക്കെ ഐറ്റം വരുമ്പോഴാണ് ഇത് കുറച്ചും കൂടി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ എൻ്റെ ഫ്രണ്ടൊക്കെ ഹാർഡ് ഡിസ്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവനൊന്നും കംപ്ലീറ്റ്ലി വർക്കിംഗ് പ്രോഡക്റ്റാണ് കിട്ടിയിട്ടുള്ളത്. സോ എൻ്റെ എക്സ്പീരിയൻസിലും പിന്നെ എനിക്ക് അറിയുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസിലും Mdcomputers ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ റിട്ടേൺ പോളിസിനും ടെസ്റ്റ് ചെയ്യാൻ ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല. ചാൻസ് കിട്ടാൻ എനിക്ക് ആഗ്രഹമില്ല. സോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പ്രൊഡക്റ്റ് വാങ്ങിച്ച എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസോ ഈവൻ ഗുഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. കാരണം ബാക്കിയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം പ്രൈസ് വൈസ് പലപ്പോഴും Mdcomputers നല്ല ഓഫർ ഉണ്ടാവാറുണ്ട്. അതുപോലെ പല ടൈമിലും ക്രിസ്മസ് ആണെങ്കിലും അങ്ങനെയുള്ള ടൈമിലൊക്കെ അവർ അത്യാവശ്യം ഓഫർ കൊടുക്കാറുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ Mdcomputers വാങ്ങുന്നത് സേഫ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അഗൈൻ റിട്ടേൺ പോളിസി ഒഴിച്ച്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. If you did, you know what to do. Give it a big thumbs up and I'll catch you guys in the next video.